ഹായ് ഹലോ നമസ്കാരം. അംദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഓട്സ് വെച്ചിട്ട് നല്ലൊരു ടിക്കി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഓട്സ് ദിവസം ഒരു നേരം കഴിക്കുന്നവർക്ക് ഉപ്മാവായിട്ടും കുറുക്കിയൊക്കെ കഴിച്ച് മടുത്ത് കാണും. അവർക്കായിട്ടുള്ളതാണ് ഈ ഐറ്റം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കുറച്ച്, ബീൻസ് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച്, ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചത്, കുറച്ച് കറിവേപ്പില നുറുക്കിയത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുപയർ മുളപ്പിച്ചത്, നേരത്തെ മുളപ്പിച്ച് വെച്ചതാണ്, നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും കൂടി. നമുക്ക് ഈ ചെറുപയറും ക്യാരറ്റും ബീൻസും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾസ് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഓട്സിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളം ചേർക്കുന്നത് വീഡിയോ റെക്കോർഡായിട്ടില്ല, സോറി. ഇതിലേക്ക് നമുക്കിനി കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവിന് പകരം പുഴുങ്ങിപ്പൊടിച്ച ഉരുളക്കിഴങ്ങ് എടുക്കാം. ഞാനിപ്പോൾ കടലമാവ് എടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ടിക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. തവയിൽ കുറച്ച് എണ്ണ മാത്രം ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. ഡയറ്റൊക്കെ നോക്കുന്നവരാണ്, വെയിറ്റ് ലോസിന് ഷുഗറിനൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ തവയിൽ ചുട്ടെടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്കാണെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഗ്രീൻ പീസ്, കറിവേപ്പില, ചെറുതായിട്ട് മുറിച്ച സവാള, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവി കയറ്റിയെടുത്ത വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ചെറുപയർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂടെ നമുക്ക് കുറച്ച് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പച്ചമുളക് വേണമെങ്കിൽ മുറിച്ചത് ചേർക്കാം. ഞാൻ പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, മുഴുവൻ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഓട്സിനൊക്കെ വളരെ കുറച്ച് ഉപ്പ് മതിയാകും. നമ്മൾ ഓട്സ്, വെജിറ്റബിൾ, മസാല എല്ലാം കൂടി ചേർത്ത മിക്സ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കടലമാവും കൂടി ചേർത്തത്. നമുക്കിനി പരത്താൻ തുടങ്ങാം. കയ്യിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഇതിന്ന് കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് പരത്താം. ഇതിപ്പോൾ കുഴച്ചത് കറക്റ്റ് വരുവാണ്. അഥവാ ഇനി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം. ടൈറ്റായി പോയെന്ന് തോന്നുമെങ്കിൽ, മിക്സ് ടൈറ്റായി പോയെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് അല്ലെങ്കിൽ കയ്യിൽ വെള്ളം നനച്ചിട്ട് കുഴച്ചാൽ മതി. അധികം വെള്ളം ആവശ്യമില്ല ഇതിന്. നമ്മൾ ദോശ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കാൻ പോവാണ്. ഓട്സ് ടിക്കി ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത സമയത്ത് 7 ടിക്കിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും സൈസിന് ഞാനൊരു 4 എണ്ണം ഇതുപോലെ തവയിൽ ചുട്ടെടുക്കുന്നുണ്ട്. ബാക്കി ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓട്സ് ടിക്കി ഓരോന്നായിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. നമ്മുടെ ഓട്സ് മസാല ടിക്കി ഒരു വശം മൊരിഞ്ഞതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് മറിച്ചിട്ട് നോക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഒരു വശം. ബാക്കിയും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഈ വശം കൂടെ ഒന്ന് മൊരിയട്ടെ. മറുവശം നോക്കാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം.
സ്റ്റൗ ടോപ്പിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. എണ്ണ ചൂടായി വരട്ടെ, അതിലേക്ക് നമുക്ക് ടിക്കി ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് കൊടുക്കാം, മീഡിയം ഫ്ലെയിം മതിയാകും. ടിക്കി ഓരോന്നായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്കൊന്ന് തിരിച്ച് നോക്കാം. നമ്മൾ ഓയിൽ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഓട്സ് ടിക്കി റെഡി ആയിട്ടുണ്ട്. ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രൈ ചെയ്ത ടിക്കി ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണ അതുപോലെ പാത്രത്തിലുണ്ട്. അങ്ങനെ നമ്മൾ രുചികരമായിട്ട് തയ്യാറാക്കിയ ഓട്സും വെജിറ്റബിൾസും കടലമാവും ഒക്കെ ചേർത്തിട്ടുള്ള ഓട്സ് ടിക്കി റെഡി ആയിട്ടുണ്ട്. ഇത് തവയിൽ ഫ്രൈ ചെയ്തതാണ്. ഇത് ഓയിൽ ചേർത്തിട്ട് ചെയ്തത്. സോസോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തതാണ്. ഇത് മൊരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്, പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അടുത്ത് ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.